ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസിജ മധുഗണമനുപമരതിലതികേ. മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസിജ മധുഗണമനുപമരതിലതികേ. മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ, എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ, നിൻ പൊൻചിരിത്തേൻ മഞ്ചരി വാ 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 സഖി വാ. ഞങ്ങള് കണ്ടതിലുള്ള റിട്രോ ഞങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാർക്ക് ഇടുവാണേ. ഞങ്ങളുടെ എല്ലാവരുടെ സൈഡിൽ നിന്നും സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ ഇവരുടെ മനസ്സിലെ 10 മാർക്ക്, പക്ഷെ അത് 1000 മാർക്കായിട്ടാണ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. താങ്ക് യു. ലവ് യു. നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ അതിഥിയെ കൊണ്ടുവരാൻ പോവാണ്. അതായത് നിങ്ങൾ എല്ലാവരും അമ്മമാരാണ്, പക്ഷേ നമുക്ക് പ്രസവിക്കണം എന്ന് ഇല്ല ഒരു അമ്മയാവാൻ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ റോൾ എടുക്കാൻ, ആ സ്നേഹം കൊടുക്കാൻ. ശ്വേതാജി അതിനോട് ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരാളാണ്, എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണം വളർത്തമ്മ. അതെ, നമ്മൾ ഈ ഗ്രാൻഡ് പേരൻസിനെ കുറേ കുട്ടികളിങ്ങനെ അവർ അച്ഛനമ്മമാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അവർ ഗ്രാൻഡ് പേരൻസിനെ അമ്മ അച്ഛൻ എന്നാണ് വിളിക്കുക. ആൻഡ് അമ്മ എൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ പ്രസവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതെ അതെ. ആൻഡ് അവരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അവര് നോക്കുന്നത് പിന്നെ നമുക്ക് ഓക്കെ, അവര് നമ്മുടെ റിലേറ്റീവ്സ് ആണല്ലോ. പക്ഷെ അതുമല്ലാതെ പുറത്തുനിന്ന് ഒരാള് നമ്മളുടെ ജീവിതത്തിൽ വന്ന് അമ്മയെ പോലെ നമ്മുടെ കൂടെ നിന്ന് ആ സ്നേഹവും വാത്സല്യവും ശാസനയും ഒക്കെ നമുക്ക് നൽകാന്ന് പറയുന്നത് അതൊരു ശരിക്കും ഒരു അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് അല്ലെ. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അങ്ങനെ ഒരു മകളായി ഹൗവ ഫാത്തിമ. ഹൗവ ഫാത്തിമയുടെ വളരെ സ്നേഹപൂർവ്വം നോക്കുന്ന അമ്മയെയും ഈ വേദിയിലേക്ക് നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. യെസ് ഫാത്തിമ ചേച്ചി. ഹൗവ ഫാത്തിമ ആൻഡ് ഫാത്തിമയുടെ ചക്കര അമ്മ രണ്ടുപേരുമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ റെഡ് കാർപ്പറ്റിലാണ് അന്ന് വന്നത്. ഇന്ന് എവിടെയാ വന്നിരിക്കുന്നത്? സൂപ്പർ അമ്മയും മകളും. സൂപ്പർ അമ്മയും മകളുടെ വേദിയില് ഒരു സൂപ്പർ അമ്മയും മകളുമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷമാണ് ഈ എൻറ്റയർ ഫാമിലിക്കുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ അമ്മക്കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ്? എങ്ങനെയാണ്? നിങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണോ? അതെ, ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. എങ്ങനെയാ മോക്ക് ഈ അമ്മയെ കിട്ടിയത്? ആക്ച്വലി ഞാൻ മലയാളിയല്ല, വെസ്റ്റ് ബംഗാളിലാണ് ജനിച്ചത്. 3 മച്ചുഡ് ബേബി ആയിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സാവുന്ന സമയത്ത് കാറ്ററാക്ടർ വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ അമ്മ മരിച്ച്. എനിക്കൊരു ട്വിൻസ് ബ്രദർ ഉണ്ടായിരുന്നു, അവനും മരിച്ചു. പിന്നീട് ഞാൻ ഒരു ഓർഫനേജിലാണ് 10 വയസ്സ് വരെ പഠിക്കുന്നതും വളർന്നു വന്നതും അവിടെ നിന്നാണ്. അച്ഛന് അമ്മയും എൻ്റെ സഹോദരനും മരിച്ചതിന് ശേഷം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് റിലീവ് ആവാൻ വേണ്ടിയിട്ട്, എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 6 വയസ്സുള്ള സമയത്ത് അവിടെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് അച്ഛന് കേരളത്തിലോട്ട് വന്നു. പിന്നീട് അങ്ങനെ ജോലി ചെയ്ത്
വലിയ പ്രശ്നമില്ലാത്ത അങ്ങനെ നടന്നു പോയി. പിന്നീട് ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് വന്ന് ജോബ് ഇല്ലാതെയായി, ഒരുപാട് ഡിപ്രസ്ഡും ആയി. അങ്ങനെ എന്നോട് വലിയ രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാതെയായി. അങ്ങനെ ഞാനും അവിടെ ഡിപ്രസ്ഡ് തന്നെ ആയിരുന്നു. ഒരു ഹോസ്റ്റലാകുമ്പോൾ ഒരു വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. സാധാരണ കുട്ടികൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പോകും. അവിടെ എനിക്ക് മാത്രം പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഒരുപാട് സങ്കടം ആ സമയത്ത് തോന്നുമായിരുന്നു. എങ്കിലും ചെറുപ്പത്തിൽ ഒരുപാട് സഹിച്ചത് കൊണ്ടായിരിക്കണം ദൈവം എന്നോട് ഇത്രയും കരുണ കാണിച്ചത്. ഞാൻ പിന്നീട് എനിക്ക് 10 വയസ്സായിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നു. എനിക്ക് അച്ഛൻ്റെ കൂടെ മതി, ഈ ഒരു ഒറ്റപ്പെടൽ ജീവിതം എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു. അതിനുശേഷം കേരളത്തിലോട്ട് വന്നു. ഞങ്ങൾ ഡയറക്റ്റ് കാലിക്കറ്റിലായിരുന്നു വന്നിട്ടുള്ളത്. അവിടെ അച്ഛൻ്റെ കൂടെ സ്റ്റേ ചെയ്യിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ടെമ്പററി എന്ന രീതിയിൽ വെളിമാടുക്കുന്ന ചിൽഡ്രൻസ് ഹോമിൽ എന്നെ ഒരു 15 days നിർത്തി. അതിനുശേഷം ഒരു അഡ്വക്കേറ്റ് ഷീലാമൻ എന്നവരുടെ പേര്, അവർ അച്ഛനെ ഈ റഹ്മാനിയ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് കാലിക്കറ്റിലാണ്, അത് സജസ്റ്റ് ചെയ്തു. അങ്ങനെ അവിടെ എന്നെ അച്ഛനെ അഡ്മിഷനാക്കി. അവിടെ നിന്നാണ് ആക്ച്വലി എൻ്റെ ലൈഫ് മാറി മറിയുന്നത്. അവിടുന്ന് ആദ്യമൊക്കെ ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാം ശരിയായി വന്നു. അവിടുത്തെ മാറ്ററിനായിരുന്നു ഈ നിൽക്കുന്നതിൻ്റെ ഉമ്മച്ചി. അപ്പോൾ അങ്ങനെ ഫസ്റ്റൊന്നും മലയാളം അറിയില്ല, അന്ന് ഫെബിന ആൻറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇംഗ്ലീഷും മലയാളം കൂടി സംസാരിച്ച് ഓരോന്നും മനസ്സിലാക്കി തന്ന് എല്ലാവരോടും ഇടപഴകി പഠിക്കാൻ ജീവിക്കാൻ പഠിച്ചു. അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് അടുത്ത് പോയി. അങ്ങനെ എല്ലാ വെക്കേഷനിലും ഉമ്മച്ചിയുടെ വീട്ടിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നതോടുകൂടി ഞാൻ ചോദിച്ചു, ഉമ്മ എൻ്റെ ഫാദറിനെ മാരേജ് ചെയ്യുമോ? അപ്പോൾ ഫാദർ എങ്ങനെ വെച്ചാൽ എനിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവരൊരുമിച്ചു. അങ്ങനെ 2 സിസ്റ്റേഴ്സ് ഉണ്ടായി. അങ്ങനെ ഞാൻ സന്തോഷം. ഓ സൂപ്പർ സൂപ്പർ. ഹായ് ഹവ, ഞാൻ ശ്വേത മേനനാണ്. ഓക്കെ, ഭയങ്കര സന്തോഷമായി നിങ്ങളെ കാണാൻ പറ്റിയതിന്. ആൻഡ് ഉമ്മേനും താങ്ക് യു സോ മച്ച്. നല്ലൊരു സ്റ്റോറി ആൻഡ് വാട്ട് എ ലൈഫ്, ബ്യൂട്ടിഫുൾ. നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, എല്ലാം പോസിറ്റീവ്. ഇപ്പൊ ഉപ്പ എങ്ങനെയുണ്ട്, എവിടെയാണ്? ആക്ച്വലി 2 സിസ്റ്റർ വന്ന ശേഷം പിന്നെ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് SSLCൻ്റെ ഒരു 2-3 വീക്കിന് മുന്നേ ഫാദർ മരിച്ചു. ബട്ട് വാട്ട് ആൻ ഇൻസ്പിറേഷൻ ഹവ. ആൻഡ് മലയാളം എനിക്ക് തോന്നുന്നു ഇത്ര നന്നായി പറയുന്നു. ബംഗാളി അറിയോ? ഓ, ബംഗാളി അറിയാം. খুব ভালো. খুব ভালো എന്നുവെച്ചാ നല്ലതാണ്, സുഖാണോ? അങ്ങനെ. ഇനി നമുക്ക് ഉമ്മച്ചിയുടെ സൗണ്ടും കൂടി ഒന്ന് കേൾക്കണം. തീർച്ചയായിട്ടും. പേര് ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയൂ, പേരെന്താണ്? എൻ്റെ പേര് ഫെബിന. ഫെബിന. അപ്പൊ ഇവിടുത്തെ ഇവര് പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറായിരുന്നു. അതെ. അപ്പം ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ ആദ്യം അത് പറ്റില്ല എന്ന് തന്നെയാണോ മോളുടെ അടുത്ത് പറഞ്ഞത്? ഇല്ല, ആദ്യം ഞാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, സപ്പോർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ഫാമിലി സപ്പോർട്ടിങ് എല്ലാവരും ഉണ്ടാവില്ല എന്നല്ല എനിക്കറിയാം. പിന്നെ ഇവൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് പോയി. അങ്ങനെയായിരുന്നു. വളർത്തമ്മ എന്ന് പറയുന്ന വേർഡ് അങ്ങനെ അല്ല. ഇപ്പൊ വളർത്തമ്മ എനിക്ക് തോന്നിയില്ല. തീർച്ചയായിട്ടും എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഉമ്മ മാത്രമല്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. സൂപ്പർ. ഇപ്പൊ ഞാനിപ്പോ ഹൗവയുടെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഹൗവയുടെ മനസ്സിൽ അമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും പറയാം? ഈ ശ്വേത ആൻറ്റി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡെലിവറി എന്നതിൻ്റെ അപ്പുറം ലവിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതും ഞാൻ കൊടുക്കുന്നതും. സോ അമ്മ എന്ന് പറയുന്നത് ആക്ച്വലി അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ്. ലൈക്ക് ഞാൻ അതുകൊണ്ട് വൺ സൈഡ് ട്രാഫിക് ആണ്, അതിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും അല്ലേ? അതെ അതെ. നമുക്ക് അവർക്ക് ഒരു പെർട്ടിക്കുലർ സാലറി കൊടുത്ത് ഒരു പെർട്ടിക്കുലർ ഫിഗർ കൊടുക്കാൻ പറ്റില്ല. അത് ചെക്ക് കൊടുക്കണമെങ്കിൽ ആ ചെക്കിൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. ബ്ലാങ്ക് ചെക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു അമ്മയ്ക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെഡ് കാർപ്പറ്റിൽ വന്നപ്പോഴും പറഞ്ഞത്, ശ്വേതാജി നോക്കൂ, ഭയങ്കര അതായത് ക്ലിയർ ക്രിസ്റ്റൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആൻഡ് ഹൗവയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര പോസിറ്റീവാണ്. ഒരുപാട് പേർക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു ഫോർ കമ്മിങ് ഓൺ സൂപ്പർ അമ്മയും മകളും.